ഇവർക്ക് ഏത് സംസ്കാരമാണ്? ഇതാണോ രാഷ്ട്രഭാരത സംസ്കാരം? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യമായിട്ട് വീട്ടിൽ ഇരുന്നോണം, പാർട്ടി ഓഫീസിന് ശാഖയിൽ ഇരുന്നോണം. ഇവിടെ വന്ന് നമ്മുടെ പെങ്ങന്മാരെ അടിക്കാൻ വന്നാൽ, കയറി പിടിക്കാൻ വന്നാൽ ചൂട് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അവർക്ക് അതിന് വീട്ടിൽ കാണിക്കാം. അവരുടെ ആ സംസ്കാരം ഇവിടെ നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന തേർഡ് റേറ്റ് എംബോക്കി. അങ്ങനത്തെ വിത്തുകാളുകൾ ഈ കോർപ്പറേഷന് വേണ്ട. ഈ നാടിന് ഈ സംസ്കാരത്തിന് ശരിയല്ല. ഇംഗ്ലീഷ് ബുക്കിൽ നമ്മൾ ഒപ്പിട്ടാൽ അവരുടെ കാര്യം മനസ്സിലാവും. എന്നിട്ട് വനിതകളായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞ അസഭ്യം ചൂട് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അവർക്ക് അതിന് വീട്ടിൽ കാണിക്കാം. അവരുടെ ആ സംസ്കാരം ഇവിടെ നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പെങ്ങന്മാരത്ത് നമ്മൾ ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യമായിട്ട് വീട്ടിൽ ഇരുന്നോണം, പാർട്ടി ഓഫീസിന് ശാഖയിൽ ഇരുന്നോണം. ഇവിടെ വന്ന് നമ്മുടെ പെങ്ങന്മാരെ അടിക്കാൻ വന്നാൽ, കയറി പിടിക്കാൻ വന്നാൽ അതിന് എല്ലാവരും നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ മിനിറ്റ്സ് ബുക്ക് എവിടെ പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. മിനിറ്റ്സ് ബുക്ക് അവന്മാർ കീറി. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് എവിടെ അന്വേഷിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയിൽ സ്റ്റാൻഡിംഗ് ആദ്യം മിനിറ്റ്സ് ബുക്ക് അവർ കീറി. ഇല്ല, മിനിറ്റ്സ് ബുക്ക് അവന്മാർ കീറി. ഇപ്പം നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്തല്ലേ, നമുക്ക് ഇതിന്റെ ആവശ്യം വല്ലതും നമ്മൾ മര്യാദയോടെ വന്നതാണ്. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളിപാളി എന്നുള്ളത്. അപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന തേർഡ് റേറ്റ് എംബോക്കി അൺപാർലമെന്ററി വാക്ക് ഉപയോഗിക്കുകയാണ്. വന്ന് നമ്മുടെ വനിതാ കൗൺസിലർമാരെ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് എടുത്ത് പിടിച്ചു മാറ്റുകയും ചെയ്ത്. അതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. അതായത് ആരാക്രമണം ചേച്ചിമാരെല്ലാം കൂടെ വിശ്വസിച്ചു. അതേതാണ് ഷർട്ട് നമ്പറുണ്ടല്ലോ, സ്ത്രീകൾ കയറിയതായിരിക്കും അവന്റെ സ്വഭാവം കാരണം. മതിയല്ലോ, അവന്റെ ഷർട്ടങ്ങനെ കയറി അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെ വന്ന് ചൂട് വെള്ളം ഒഴിക്കുകയാണ്. ഇവർക്ക് ഏത് സംസ്കാരമാണ്? ഇതാണോ രാഷ്ട്രഭാരത സംസ്കാരം? നിങ്ങൾ അറ്റാക്ക് ചെയ്യാണ്. ആര് അറ്റാക്ക് ചെയ്ത്? ഇത് നിങ്ങൾ ഇത്രയും ചാനലല്ലേ? ഷർട്ട് ആരൂരി, ഉദയന്റെ ഷർട്ട് ഉദയൻ തന്നെ ഊരി. ഈ മിനിറ്റ്സ് ബുക്കിൽ ഉദയൻ തന്നെ കയറിയിട്ടു. കാരണം നമ്മുടെ സ്ത്രീകളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പറയാനുള്ളത് പറയും, അവരെ ചെറുത്ത് നിൽക്കും. അവരൊക്കെ അവന്റെ സംസ്കാരം കാണിക്കുകയാണ്. എനിക്ക് അവിടുത്തെ വനിതാ മെമ്പർ ആലോചിച്ച് വിഷമം വരുവാണ്. കാരണം അവരിതെങ്ങനെ നിർത്താൻ വേണ്ടി നിർത്തുന്നില്ല. അങ്ങനെയുള്ള വിത്തുകാളുകളൊന്നും കണ്ടേണ്ട ആവശ്യം നമുക്ക് വിടില്ല. തീർച്ചയായിട്ടും സംശയമുണ്ടോ? അങ്ങനത്തെ വിത്തുകാളുകൾ ഈ കോർപ്പറേഷന് വേണ്ട. ഈ നാടിന് ഈ സംസ്കാരത്തിന് ശരിയല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.